എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ കഴിഞ്ഞ് അടിച്ചു പൊളിച്ചിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് ഇവിടെ ഒരു കൂട്ടുകറി ഉണ്ടാക്കാം. പൈനാപ്പിൾ കൂട്ടുകറി. സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കൂട്ടുകറി. സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കൂട്ടുകറി ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അത്യാവശ്യം വലുപ്പത്തിനുള്ള പൈനാപ്പിളാണ്. പണ്ട് പൈനാപ്പിളിൻ്റെ സ്കിന്ന് കളയാൻ വേണ്ടി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് ഞാനൊരു ഒരു വീഡിയോയിൽ കണ്ടതാണ്. പൈനാപ്പിൾ വട്ടമായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ സ്കിൻ ഈസി ആയിട്ട് കളയാം. മുമ്പ് കൈ ചൊറിയും എന്നൊക്കെയുള്ള പേടി കൊണ്ട്, കൈ ചൊറിയുമെന്ന് മാത്രമല്ല കൈ മുറിയുകയും ചെയ്യും എന്നുള്ള പേടി കൊണ്ട് പൈനാപ്പിൾ കട്ട് ചെയ്യാൻ ആരെങ്കിലും ഞാൻ വിളിക്കുമായിരുന്നു. ഇപ്പോൾ ഈസി ആയിട്ട് എനിക്ക് പൈനാപ്പിൾ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ വട്ടത്തിൽ മുറിച്ച് എല്ലാ സ്കിന്നും കളഞ്ഞ് ചെറുതായി സ്ക്വയർ ഷേപ്പിൽ നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാ പൈനാപ്പിളും ഇങ്ങനെ മുറിച്ചെടുക്കാം. പൈനാപ്പിളിൻ്റെ നടുഭാഗം ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് നമുക്കത് കളയാം. അപ്പം മുറിച്ചെടുത്ത പൈനാപ്പിൾ നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളം, കാരണം പൈനാപ്പിളിൽ നിന്ന് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഒന്ന് വേവാനുള്ള വെള്ളവും ഒഴിച്ച് 1 സ്പൂൺ ഉപ്പുമിട്ട് ഞാനിത് 4 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. 4 വിസിൽ വരുന്നിടം വരെ നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കാം. ഇതെല്ലാം ചേർത്ത് കുക്കർ അടച്ചു കഴിഞ്ഞു. പക്ഷേ ഞാൻ ഒന്നുകൂടെ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്, കാരണം ഇതിലേക്ക് ശർക്കര ചേർക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ കുക്കർ അടയ്ക്കുന്നതിന് മുമ്പേ തന്നെ ഒരു ചെറിയ പീസ് ശർക്കര, ഇതുപോലെ നല്ല ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തിടാം, അല്ലെങ്കിൽ ശർക്കര പാനി ഒഴിക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഇതുപോലെ ശർക്കരയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് 4 വിസിൽ അടുപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാക്കൂട്ട് റെഡിയാക്കാം. അപ്പോൾ 1/2 മുറി തേങ്ങ, 1/2 സ്പൂൺ കടുക്, 2 പച്ചമുളക്, 1/4 സ്പൂൺ ജീരകം, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായി പേസ്റ്റ് ചെയ്തെടുക്കണം. തേങ്ങ അരയാൻ വേണ്ടി മാത്രം 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായി ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. നമ്മുടെ തേങ്ങ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു മൺചട്ടി വെച്ച് നമ്മുടെ കുക്കറിനകത്ത് നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന പൈനാപ്പിൾ ഇതിനകത്തോട്ടിട്ട് നമുക്ക് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഈ അരച്ച് വെച്ച അരപ്പ് കൂടെ നമുക്ക് ചേർക്കാം. അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ നല്ല തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്തു. ഇതിന് ശേഷം ഈ അരപ്പൊന്ന് വെന്തതിന് ശേഷം നമുക്ക് തൈര് ചേർക്കാം. പുളിക്കനുസരിച്ച് നമുക്ക് തൈര് ചേർക്കാം. ഒത്തിരി പുളിയുടെ ആവശ്യമില്ല, കാരണം കൂട്ടുകറിക്ക് സാധാരണ മധുരമാണ് മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ തൈരൊഴിച്ച് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മുറിച്ച് വെച്ചിരുന്ന പഴവും മുന്തിരിയും ചേർത്തിട്ടുണ്ട്. ഇത് മുൻപേ ചേർത്തിട്ട് കുഴഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഞാനത് പകുതിയായപ്പോഴേ മുന്തിരിയും പഴവും ചേർത്ത് അത് കുറച്ച് കുഴഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒഴിവാക്കാനായിട്ട് അവസാനമാണ് അത് ചെയ്തത്. അപ്പോൾ നമുക്കിതിലേക്ക് താളിച്ചിടാൻ പാൻ വെച്ച് എണ്ണ ചൂടായതിനു ശേഷം ഉണക്കമുളക്, കറിവേപ്പിലയും ഇട്ട് നമ്മളിതിലേക്ക് താളിച്ചൊഴിക്കുന്നുണ്ട്. നല്ല പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, അതുപോലെ സ്വാദിഷ്ടവുമായിട്ടുള്ള ഒരു വിഭവമാണ് നമ്മുടെ കൂട്ടുകറി. ഈ കൂട്ടുകറിയും കുറുക്കുകാളനുമൊക്കെ തലേ ദിവസം ഉണ്ടാക്കി വെക്കുന്നതാണ്
കൂടുതൽ ടേസ്റ്റ്. പിറ്റേ ദിവസത്തേക്ക് നന്നായി ഇത് കുറുകി നല്ല ടേസ്റ്റായി വരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയുമായി പെട്ടെന്ന് കാണാം.